ഇതിപ്പോ വിളവെടുത്ത വിയറ്റ്നാം സൂപ്പർ ഏലിയുടെ ചക്കയാണ്. അപ്പൊ കണ്ട വിയറ്റ്നാം സൂപ്പർ ഏലി പ്ലാവാണ് ഈ കാണണ്ട. ഇത് വർഷം മുഴുവനും നമുക്ക് ആ ചക്ക കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇതിന്ന് ഒരുപാട് ചക്ക വിളവെടുത്തതാണ് കണ്ട. ഇപ്പൊ ഇതുമതി വിളവെടുക്കാനായ ചക്കയുണ്ട്, ചെറിയ ചക്കകളുണ്ട്, ഇടത്തരം ചക്കയുണ്ട് കണ്ട. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ, ഇത് ചക്ക വേരിലും കായ്ക്കൂന്ന് പറഞ്ഞിട്ടാണ് ഇത് കായ്ച്ചു വെക്കണത്. അപ്പൊ ഇങ്ങനെ താഴെ മുട്ടിക്കിടക്കുമ്പോ എല്ലാവരും ചോദിക്കും ചക്കകൾ കേടായി പോണെന്ന്. നമ്മ ഇതേപോലെ ഉണ്ടായി കഴിയുമ്പോ തന്നെ ഒരു മരക്കഷ്ണത്തുമല്ലോ ഒരു കല്ലുമല്ലോ എന്തെങ്കിലും കയറ്റി വെക്കണം, മണ്ണിൽ മുട്ടാണ്ട്. അപ്പൊ നമുക്ക് ചക്ക കേടാകാണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതേപോലെ കൊലകളൊക്കെ ആയിട്ടാണ് ഇത് കായ്ക്കണം കണ്ട. ചെറിയ കമ്പുമല് വരെ ചക്ക ഉണ്ടായി കിടക്കണണ്ടില്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാവ് മേടിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് വർഷം മുഴുവനും ചക്ക കഴിച്ചുകൊണ്ടിരിക്കുക. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മ ചക്ക കഴിച്ചുകൊണ്ടിരുന്നത് സീസണിൽ മാത്രമാണ്. പിന്നെ വലിയ പരിചരണങ്ങളൊന്നും വേണ്ട, കുറഞ്ഞ സ്ഥലം മതി. നമുക്ക് ഡ്രമ്മിലോ ടെറസിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയതാണ്. അപ്പൊ പ്ലാവിന്റെ തൈകളൊക്കെ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. വർഷത്തിൽ ഒരു 3 പ്രാവശ്യം നമ്മ വളങ്ങൾ ഇട്ട് കൊടുക്കുക. വെല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടാം. അപ്പൊ ഇത് ഇപ്പൊ കട്ട് മുറിക്കണേന്റെയും വിളവെടുപ്പിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീൻ ഡയറി എന്നുള്ള യൂട്യൂബ് ചാനൽ ഇട്ടേക്കാം. അപ്പൊ എല്ലാവരും വിയറ്റ്നാം സൂപ്പർ ഏലി പ്ലാവൊക്കെ മേടിച്ച് നടണം.